ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 29/4/2025 ചൊവ്വാഴ്ച 24,325 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 24,342 എന്ന പോയിന്റിലാണ്. നേരിയ പോയിന്റുകൾക്ക് ഗ്യാപ്പ് അപ്പ് ആണ് തന്നിരുന്നത്. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ ഓപ്പണിംഗ് തന്ന ഉടനെ തന്നെ ആദ്യത്തെ 1 മിനിറ്റിൽ തന്നെ ഒരു സെല്ലാണ് കിട്ടിയത്. അവിടെ നിന്ന് വീണ്ടും ചെറിയ ഉയർച്ച നിന്ന് തുടർന്ന് സെല്ലിംഗ് ഡയറക്ഷനിലേക്ക് തന്നെ പോരുകയാണ് മാർക്കറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ നിന്നും കൃത്യമായും ഒരു പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിച്ചവർക്ക് ഒരു നല്ല ട്രേഡ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ പുതിയ ലോ തരാതെ ഇവിടെ നിന്നുകൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നത് കണ്ട് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴത്തെ സപ്പോർട്ട് ലെവൽ കൃത്യമായും സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന് കരുതിയവർക്കും നല്ല ഒരു കോൾ ഓപ്ഷൻ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ഹൈ ആൻഡ് ലോ പരിശോധിക്കുമ്പോൾ ഒരു 200 പോയിന്റിന്റെ മൂവ്മെന്റ് നിഫ്റ്റി തന്നിട്ടുണ്ട്. എങ്കിലും രാവിലെ ഇത്തരം ഒരു സെല്ലിംഗ് തന്നതിന് ശേഷം വീണ്ടും ഒരു അപ്പ് മൂവ് തന്ന് വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈൻ നമ്മുടെ സപ്പോർട്ട് ലെവലിന് താഴെയാണ് പോയത്. എങ്കിൽ പോലും അവിടെ നിന്നും ഈ ഒരു ട്രേഡ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. വീണ്ടും ഒരു കോൾ ഓപ്ഷന് വേണ്ടി ശ്രമിച്ച് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തവർക്കും പുതിയ ഡേയ്സ് ഹൈ തരാൻ കഴിയാതെ മാർക്കറ്റ് പിന്നീട് കൺസോൾഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇന്നത്തെ വീക്ക്ലി ക്ലോസിംഗ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രീമിയം മെൽറ്റിംഗ് നന്നായി ഉണ്ടാകുന്നതുകൊണ്ട് പലരും രംഗം വിട്ടിരുന്നു. എന്നാൽ അവസാന മുഹൂർത്തത്തിൽ ഒരു കോൾ ഓപ്ഷന് നമുക്ക് സീറോ ഹീറോ എന്നൊക്കെ പറയുന്ന ഒരു ട്രേഡിനുള്ള ചാൻസ് തന്നു. അത് ഡേയ്സ് ഹൈ നേരിയ രീതിയിൽ ബ്രേക്ക് ചെയ്തെങ്കിലും ചെറിയ പോയിന്റുകൾക്ക് ബ്രേക്ക് ചെയ്തെങ്കിലും അവിടുന്ന് വീണ്ടും സെല്ലേഴ്സ് ആക്റ്റീവ് ആകുന്നതായിരുന്നു. ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പരിശോധിക്കുമ്പോൾ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുന്നതിനെ ട്രേഡ് ചെയ്യാമെന്ന് കരുതിയവർക്ക് സാമാന്യം നല്ല ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഒരു 10 രൂപ 11 രൂപ ലെവലിലൊക്കെ 24,400 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിഞ്ഞവർക്ക് ശരിക്കും അതൊരു ഹീറോ ട്രേഡ് തന്നെയായിരുന്നു. ആ 10 രൂപയുടെ പ്രീമിയം സീറോ ആയാൽ സാരമില്ല എന്ന് കരുതി ഈ റിസ്ക് എടുക്കാൻ തയ്യാറായ ആർക്കും തന്നെ നല്ല ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയധികം മൂവ്മെൻറ്റ് തന്നുവെങ്കിൽ പോലും ഒരു അവർലി ടൈം ഫ്രെയിമിലോട്ടോ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ടോ നമ്മൾ മാറ്റി നോക്കിയാൽ വളരെ കൺജസ്റ്റഡ് ആയ ഒരു മൂവ്മെൻ്റ് ആണ് ഉണ്ടായിരുന്നത്. എങ്ങോട്ടും തന്നെ ഒരു വ്യക്തമായ ഡയറക്ഷൻ നൽകാതെ അതാണ് കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. പ്രൈസ് മൂവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നാളെ മാർക്കറ്റ് അവധിയാണ്. ഒരു ദിവസത്തെ അവധിക്ക് ശേഷം നാളെ കഴിഞ്ഞ് വെള്ളിയാഴ്ച ഓപ്പൺ ആകുമ്പോൾ നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കാം എന്ന് പരിശോധിക്കാം. 24,243 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് പ്രൈസ് ആ ലെവലിൽ ക്ലോസ് ചെയ്തതുകൊണ്ട് മാത്രമാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 24,195 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന അതിന് തൊട്ട് താഴെയുള്ള ഒരു മൈനർ സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ലെവൽ 24,369 എന്ന ലെവലാണ്. അതിനു മുകളിൽ മൈനർ റെസിസ്റ്റൻസായി 24,398 എന്ന ലെവലും രേഖപ്പെടുത്തിയിരുന്നു. ഒരുപക്ഷേ ഇത് ബ്രേക്ക് ചെയ്ത് കയറിയാൽ പോലും ഈ ലെവൽ വീണ്ടും ഒരു 24,437 എന്ന് പറയുന്ന ലെവൽ വീണ്ടും അല്പം കൂടി സ്ട്രോങ് ആയ ഒരു റെസിസ്റ്റൻസായി നിലകൊള്ളാനാണ് സാധ്യത എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് തോന്നിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് ഈ ലെവൽ തന്നെയാണ്. എന്നാൽ ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്ന് കരുതുന്നു. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെയുള്ള സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കരുതുന്നത്. 54,961 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഇന്നത്തെ ലോ ആണ് മൈനർ സപ്പോർട്ടായി
രേഖപ്പെടുത്തിയിട്ടുള്ളത് 54,723 എന്ന ലെവൽ. എന്നാൽ ഒരു പ്രധാന റെസിസ്റ്റൻസായി നിലകൊള്ളാൻ സാധ്യതയുള്ള ലെവൽ 55,401 എന്നാണ്. അതിന് മുകളിലായി മൈനർ റെസിസ്റ്റൻസായി 55,580, 715 എന്നിങ്ങനെയുള്ള ലെവലുകളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 55,401 എന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് ലഭിക്കാവുന്ന സപ്പോർട്ട് ലെവലുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. അവ ടാർഗറ്റുകളായി ലഭിക്കാമെന്ന് കരുതുന്നു. 80,007 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ടു താഴെയായി 79,851 എന്ന് പറയുന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പ്രധാന റെസിസ്റ്റൻസായി വരാൻ സാധ്യതയുള്ളത് 80,424 എന്ന ലെവലാണ്. അതിനു മുകളിൽ മൈനർ റെസിസ്റ്റൻസുകളായി 80,532, 80,666 എന്നിങ്ങനെയുള്ള ലെവലുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലാണ്. 40,424 എന്ന് പറയുന്ന പ്രധാന റെസിസ്റ്റൻസ് തന്നെയാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്ന് കരുതുന്നു. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 79,851 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ കൃത്യമായി ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിക്കാമെന്ന് കരുതുന്നു. അതിൽ 79,143 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ട് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്രയുമാണ് 3 ഇൻഡെക്സുകളുടെയും അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ. ഡിസ്ക്ലൈമർ, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. ഇത് എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ മാത്രമാണ്. നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സിനും പഠനാർത്ഥം ഉപയോഗിക്കത്തക്ക രീതിയിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കും പ്രയോജനപ്പെടുത്താം. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ പരിശോധനയിൽ നമ്മളുടെ ട്രേഡിംഗ് ലെവലുകളും പ്ലാനും നിങ്ങൾക്ക് ഗുണകരമായി തോന്നുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനൊപ്പം ലൈക്ക് നൽകാൻ പ്രത്യേകം ഓർമ്മിക്കുക. നമ്മളുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ എൻ്റെ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് വോയിസ് മെസ്സേജിലൂടെ ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ദയവായി ടെലഗ്രാമിൽ മെസ്സേജ് അയക്കാതിരിക്കുക. ഞാൻ ചാറ്റിങ്ങിനായി ടെലഗ്രാം ഉപയോഗിക്കാറേ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ അയക്കുന്ന ഒരു സന്ദേശം കണ്ടുകൊള്ളണം എന്നില്ല. അടുത്ത ദിവസവും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന ആശംസയുണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്